Smile greetings everyone. Welcome to Smile and Heal. I am your smiler രാജ്യ. നമുക്കിന്ന് പല്ലുവേദന എങ്ങനെ മരുന്നൊന്നുമില്ലാതെ ഡോക്ടറിനെ പോയി കണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കണം. പക്ഷെ അതുവരെ നമുക്ക് പല്ലുവേദന എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ട് തരുന്ന കാര്യമാണ്. ഏറ്റവും വലിയ വേദനകളിലൊന്ന് അല്ലേ? അത് അനുഭവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാർഗം കിട്ടിയാ മതി എന്നാഗ്രഹിച്ചപ്പോൾ സുജോക് തെറാപ്പി വെച്ചിട്ട് നമുക്ക് ഈസിലി പല്ലുവേദനയ്ക്ക് എങ്ങനെ ആശ്വാസം കിട്ടും, അതും വളരെ വളരെ പെട്ടെന്ന്. അതെങ്ങനെയെന്ന് കാണാം. ഇത് നമ്മുടെ ആനിമൽ ഹെഡ് കറസ്പോണ്ടൻസ് സിസ്റ്റം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തള്ളവിരലിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇത്. സോ തള്ളവിരലില് നമ്മുടെ മുഖം, അപ്പോൾ ഇതില് കണ്ണിവിടെ വരും, മൂക്ക് ഇവിടെ, വാ തുറന്ന് പിടിച്ചേക്കുന്ന അവസ്ഥയിലാണ് ഈ കാണിച്ചേക്കുന്നത്. സോ ഇമാജിൻ ഒരു ആളുടെ വലത്തെ ഭാഗത്തെ മേൾവശത്തെ പല്ലില് അതാണ് വേദന തരുന്നത്, ബുദ്ധിമുട്ട് തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് എങ്ങനെ പ്ലോട്ട് ചെയ്യും? നമ്മുടെ മോണയുടെ മേളിലത്തെ മോണ ഇത്, താഴത്തെ മോണ ഇത് അല്ലേ? മൊത്തം 32 പല്ലാണ്. അപ്പൊ 16 പല്ല് മുകളിലും 16 പല്ല് താഴെയും. അപ്പൊ അതിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യും. 8 എണ്ണം ഇവിടെ, 8 എണ്ണം ഇവിടെ. അപ്പൊ 4ാമത്തെ പല്ല് അല്ലെങ്കിൽ 3ാമത്തെ പല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കറസ്പോണ്ടൻസ് പോയിന്റിൽ ഇത് ജസ്റ്റ് ഒരു ഇതുപോലൊരു ടൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രോബ് എന്ന് പറയും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അധികം മൂർച്ചയില്ലാത്ത ഒരു പെൻസിൽ എടുത്തിട്ട് അത് വെച്ചാണെങ്കിൽ നമുക്ക് നോക്കാം. നഖത്തിന്റെ ചുറ്റും ആയതുകൊണ്ട് വെരി കെയർഫുള്ളി ആൻഡ് ജെന്റ്ലി. അത് ഇൻഫെക്റ്റഡ് പല്ലിന്റെ അവിടെ ആവുമ്പോൾ ഭയങ്കര ഷാർപ്പ് പോക്കിംഗ് പെയിൻ ഉണ്ടാവും. അത്രയ്ക്ക് ആ പെയിൻ ആണെങ്കിൽ ജെന്റിൽ ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പല്ലുവേദനയ്ക്ക് എല്ലാവരും എന്താ ചെയ്യുക? ഒരു ഗ്രാമ്പു എടുത്ത് കടിച്ചു പിടിക്കും. അതേപോലെ തന്നെ ഗ്രാമ്പു ക്ലോവ് അത് നമ്മൾ എടുത്തിട്ട് ഒരു പേപ്പർ പ്ലാസ്റ്ററിൽ ഒട്ടിക്കും. അതിന്റെ ഹെഡ് പോയിന്റ് നമ്മുടെ ആ ഇൻഫെക്റ്റഡ് പോർഷനിൽ ടച്ച് ചെയ്തിരിക്കത്തക്കോണം നമ്മളത് ഒട്ടിക്കുക. എന്നിട്ട് അതിനെ പ്രോപ്പറായിട്ട് അവിടെ തന്നെ വെക്കുന്ന പോലെ സെക്യൂർ ചെയ്യുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഹാഫ് ആൻ അവറിൽ അല്ലെങ്കിൽ 1 hour അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ജെന്റിൽ മസാജ് ചെയ്തോളാം. ഇത് ഒരു കയ്യിൽ ചെയ്യാം. ആൻഡ് മറ്റേ കയ്യിൽ നമുക്ക് ഡാർക്ക് ഗ്രീൻ കളർ എടുത്തിട്ട് ഇതിലും അതേപോലെ തന്നെയാണ് വരുന്നത്. രണ്ടും ഒരേ ആനിമൽ ഹെഡ് കറസ്പോണ്ടൻസ് സിസ്റ്റം എന്ന് പറയും. സോ അതിന്റെ എങ്ങനെയാണ്? ഈ പോർഷനിലാണ് നമ്മുടെ ഇൻഫെക്റ്റഡ് ടീത്ത്. അപ്പോൾ നമ്മൾ ആ പോയിന്റിൽ ഒരു ഡാർക്ക് ഗ്രീൻ ഒരു ഡോട്ട് കൊടുക്കുക. ഇത് 2 hours ഇട്ടാൽ മതി. പക്ഷെ ഇത് നമുക്കൊരു 5 to 8 hours, മാക്സിമം 24 hours വരെ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മസാജ് ചെയ്യണം. നനയാൻ പാടില്ല. നനഞ്ഞാൽ അതിന്റെ ആ മസാജിങ് പ്രഷറിൽ വ്യത്യാസം വരും. സോ ഒരു ദിവസം കഴിയുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുക. ഡെഫിനറ്റ്ലി ചെറിയ പോടാണെന്നുണ്ടെങ്കിൽ നമുക്കതിന്റെ ആശ്വാസം കിട്ടും. ആൻഡ് പോട് പിന്നെ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? രാവിലെയും വൈകിട്ട് നമ്മൾ ബ്രഷ് ചെയ്യും. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ചെറിയ ഒരു ചൂടുള്ള വെള്ളത്തിലോ നമ്മൾ വാ കൊപ്പിളിക്കുമ്പോൾ ഒരു നുള്ള് റോക്ക് സോൾട്ട്, കല്ലുപ്പ് അതിട്ട് നമ്മൾ വാ കൊപ്പിളിച്ചൊഴിയുക. അതിൽ നല്ല ആശ്വാസം കിട്ടും. കൂടുതൽ പല്ല് ഇൻഫെക്റ്റഡ് ആവാതിരിക്കാൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനത്തെ പ്രിക്കോഷൻസും എടുക്കുക. ടേക്ക് ഗുഡ് കെയർ. ഇതുപോലെ ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് പല്ല് ഡോക്ടറിന്റെ അടുത്ത് പോയി അതിന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് വേറെ എടുക്കണം. ബട്ട് അതുവരെ മരുന്നൊന്നും ഇല്ലാതെ നല്ല ആശ്വാസം കിട്ടും. സോ try this and do let me know how you felt with all these treatments. Until we meet next, keep smiling. Smile. Thank you.